1600-ലധികം സർവകലാശാലകളും 1 ലക്ഷം പ്ലസ് കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001-9001-56 ഞാനിപ്പോ മരത്തിന്റെ മുകളിൽ കയറിയാണ് സംസാരിക്കണത്. ആ എന്റെ പൊന്നു സിദ്ധ, എനിക്ക് വഴക്കുണ്ടാക്കാൻ വയ്യ. ഞാൻ പറയുന്ന കാര്യം ഒന്ന് കേൾക്കാൻ പറ്റുമോ എനിക്ക്? ആ അതെ, ആ കേശുവോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ആരെങ്കിലും ഡയറക്റ്റ് ആയിട്ട് പൈസ ചോദിച്ച് വിളിക്കുവാണെങ്കിൽ ദയവ് ചെയ്ത് കൊടുക്കരുത് പ്ലീസ്. എന്റെ സിദ്ധു, ഇപ്പൊ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. പൈസയുടെ കാര്യമൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം, വേറെ ഒന്നും കൊണ്ടല്ല. ഇവിടെ ആ പച്ചക്കറിയുടെ പേരിൽ വേറെ ആരും പൈസ ഇട്ടിട്ടില്ലെന്ന്, ഞാൻ മാത്രമാണ് പൈസ ഇട്ടേക്കുന്നത്. ആ പിന്നെ ആ മീര ടീച്ചർ എന്തോ ഒരു 30,000 രൂപ ഇടാന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ പൈസ ഒന്നുമില്ല. അമ്മായിടത്ത് ചോദിക്കുമ്പോ അമ്മായി മുങ്ങും. ഇതിപ്പോ ഞാൻ പറയുന്ന പോലെ ഒന്ന് കേൾക്കാൻ പറ്റുമോ? പൈസ വെച്ച് കൊടുത്താൽ കൊടുക്കരുത് കേട്ടാ. പിന്നെ ഞാൻ ഈ കാര്യം വിളിച്ചു പറഞ്ഞു എന്ന് ആരോടും പറയരുത്. കാല് പിടിക്കുക, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾ മാത്രമേ അറിയുള്ളൂ, ഞാൻ ആരോടും പറയില്ല കേട്ടാ. സിദ്ധു, ഞാൻ വിളിക്കാവേ, മെർലിൻ വന്ന്. ആ അടുത്ത തമാശ ഞാൻ ഇനി 10 മിനിറ്റ് കഴിയുമ്പോൾ വിളിച്ചു പറയാം. അതെ അതെ ശരി, ഞാൻ വെക്കാം. സിദ്ധു തന്നെ ഇവിടെ കിടന്ന് കറങ്ങി കിടക്കണേ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വന്നതാ. എന്താ? ഈ കേശുവിന്റെയും ആ ലക്ഷ്മി ബാലസുബ്രഹ്മണ്യത്തിന്റെ കല്യാണം ഉടനെ ഉണ്ടാവോ അതോ പതിയെ ആലോചിച്ചിട്ടേ ഉണ്ടാവുള്ളൂ? കല്യാണോ അല്ലേ? ഓണമൊക്കെ കഴിഞ്ഞ് നടത്താമെന്നാണ് പാർട്ടി പറഞ്ഞത്. അറിഞ്ഞൂടാ. ഓഹോ, അപ്പൊ അവിടം വരെയൊക്കെ കാര്യങ്ങള്. എന്തോന്നും വരില്ലേ, ഞാൻ ചുമ്മാ ഇളക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. അല്ല, അല്ലെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ എന്തിനാണ് സീരിയസ് ആയിട്ട് എടുക്കണേ? ഇതൊക്കെ ചുമ്മാ തമാശ, വെറുതെ രസമായിട്ട് കാണുന്ന പരിപാടിയില്ല ഇതൊക്കെ. എനിക്കിതൊന്നും അത്ര തമാശയായിട്ട് തോന്നണില്ല. അല്ലെങ്കിലും ഇവിടുത്തെ ആൾക്കാരെയൊക്കെ കണ്ടപ്പോ നിങ്ങൾ അങ്ങോട്ട് മതി മറന്നുപോയി. എന്നെ ഒന്നും ഇപ്പൊ വേണ്ടല്ലോ. ഞാനേ ഒരുങ്ങി കെട്ടി റിസ്ക് എടുത്ത് ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ പറയാനും മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? ചേച്ചി ഒരുപാട് അങ്ങ് നിഷ്കു കളിക്കല്ലേ. എന്നെ കളിയാക്കാനുള്ള ചാൻസ് ചേച്ചി മിസ് ചെയ്യാറില്ല. അതിപ്പോ നമ്മളെല്ലാവരും അങ്ങനെയല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാറുണ്ട്. അതെന്തുകൊണ്ടാ? നമ്മുടെയൊക്കെ ഉള്ളിൽ കള്ളമില്ലാത്തോണ്ടാ. കള്ളത്തിലില്ല എന്നൊക്കെ എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. എന്ത് മനസ്സിലാവുന്നുണ്ടെന്ന്? ചുമ്മാ അർത്ഥം വെച്ച് ഓരോന്നൊക്കെ പറയരുത് കേട്ടോ മെർലിനെ. എന്റെ മെർലിനെ, ഞങ്ങൾ ഇങ്ങനെയാണ്. ഞങ്ങൾ എവിടെ പോയാലും അവിടുത്തെ ആൾക്കാരായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ആവും. അതിപ്പോ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ഫുൾ കുടുംബം അങ്ങനെയാണ്. കുടുംബത്തിന്റെ കാര്യം ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്ത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന്? നിങ്ങളെ സത്യം പറഞ്ഞ അപ്പ കണ്ടവൻ അപ്പാന്ന് വിളിക്കുന്ന ടൈപ്പ് ടീംസാ. ആ ഈ ഫോൺ ഓടിക്കോ. ഒറ്റൊരു മിനിറ്റ്, കയ്യൊന്നു വന്നേ. എന്റെ പൊന്നോ, ഞാനേ ഇറങ്ങണതിന് മുന്നേ മോളെന്താ പറഞ്ഞേ? നിങ്ങള് അപ്പ കണ്ടവൻ അപ്പാന്ന് വിളിക്കുന്ന ടീംസാന്ന്. ഒരൊറ്റൊന്നും തന്നായിട്ടല്ല. കൂടെ കാര്യം ഇവളെന്താ പറഞ്ഞറിയോ? നമ്മൾ അപ്പ കണ്ടവൻ അപ്പാന്ന് വിളിക്കുന്ന ടീംസ് ആണെന്ന്. കൊള്ളാലോ, നീ അങ്ങനെ പറയാറായാ? നീ അങ്ങനെ പറഞ്ഞാ? പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? പറഞ്ഞ ചെറുതായിട്ട്. ചെറുതായിട്ടോ?